പേഴ്സ് ഓഫ് ഇക്വേഷന്റെ എക്സസൈസ് പ്രോബ്ലംസിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്ത് പറഞ്ഞാൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ദ പ്രൈസ് ഓഫ് 3 kg ഓഫ് ഓറഞ്ച് ആൻഡ് 2 kg ഓഫ് ആപ്പിൾ ഈസ് 400 rupees അല്ലേ. അപ്പോ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ 3 കിലോ ഓറഞ്ചിന്റെയും 2 കിലോ ആപ്പിളിന്റെയും വില എന്ന് പറയുന്നത് എത്രയാണ്? 400 rupees ആണ്. ഓക്കെ, ആൻഡ് ഫോർ 2 kilogram ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilogram ഓഫ് ആപ്പിൾ ഈസ് 450 rupees. അതേപോലെ തന്നെ 2 kilogram ഓറഞ്ചും 3 kilogram ആപ്പിളിന്റെയും വില എത്രയാണ്? 450 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി പ്രൈസ് ഓഫ് 1 kg ഓഫ് ഓറഞ്ച് ആൻഡ് 1 kg ഓഫ് ആപ്പിൾ. അപ്പോൾ 1 കിലോ ഓറഞ്ചിന്റെയും 1 കിലോ ആപ്പിളിന്റെ വില എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ പറഞ്ഞിരിക്കുന്ന 3 kg ഓഫ് ഓറഞ്ച് ആണ് അല്ലെ. 3 kg ഓഫ് ഓറഞ്ച് ആൻഡ് 2 kg ഓഫ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ 2 kg ഓഫ് ആപ്പിൾ രണ്ടും കൂടിയുള്ള തുക എന്ന് പറയുന്നത് ആദ്യ വില എന്ന് പറയുന്നത് എത്രയാണ്? 400 രൂപയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് 2 kilogram ഓഫ് ഓറഞ്ച്, അതേപോലെ 2 kg ഓഫ് ഓറഞ്ച്, പിന്നെന്താണ് 3 kg ഓഫ് ആപ്പിൾ. 3 kg ഓഫ് ആപ്പിളിന്റെ വില എത്രയാണ്? 480 അല്ലെ. അവർ തമ്മിലുള്ള തുക എന്ന് പറയുന്നത് എത്രയാണ്? രണ്ടും കൂടി സമയം 2 കിലോ ഓറഞ്ചിന്റെയും 3 കിലോ ആപ്പിളിന്റെ വില എത്രയാണ്? 450 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ കിലോ ഓറഞ്ചിന്റെയും ഓരോ കിലോ ആപ്പിളിന്റെ വില നമുക്ക് എന്ത് ചെയ്യണത്? കണ്ടുപിടിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 1 kg ഓഫ് ഓറഞ്ചിന്റെ വില 1 kg ഓഫ് ഓറഞ്ച് നമ്മൾ എന്താണ് എക്സ് എന്ന് കൊടുക്കാം എന്ന് വിചാരിച്ചോ. 1 kg ഓഫ് ആപ്പിൾ ആണെങ്കിലോ ആപ്പിളിനെ നമ്മൾ വൈ കൊടുക്കുകയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 1 കിലോ ഓറഞ്ചിന്റെ വില എക്സും 1 കിലോ ആപ്പിളിന്റെ വില വൈയും ആണെങ്കിൽ ഒന്നാമത്തെ നമുക്ക് എന്ത് മനസ്സിലാവും? 3 കിലോ ഓറഞ്ചിന്റെ വില എത്രയും? 1 കിലോ ഓറഞ്ചിന്റെ വില എക്സ് ആണെങ്കിൽ 3 കിലോ ഓറഞ്ച് എത്രയാണ്? 3x അല്ലെ. 3x പ്ലസ് 1 കിലോ ആപ്പിളിന്റെ വില വൈ ആണെങ്കിൽ 2 കിലോ ആപ്പിളിന്റെ വില എത്രയായിരിക്കും? 2y അല്ലെ. 1 കിലോ ആപ്പിളിന്റെ വില വൈ ആണെങ്കിൽ 2 കിലോ ആപ്പിളിന്റെ വില എന്തായിരിക്കും? 2y ഈക്വൽ ടു എത്ര നമുക്കറിയാം? 400 rupees ആണ് നമുക്കറിയാം. ഓക്കെ, അതേപോലെ തന്നെ 2 കിലോ ഓറഞ്ച് അല്ലെ. 2 കിലോ ഓറഞ്ച് പറയുമ്പോൾ എന്താ? 1 കിലോ ഓറഞ്ചിന്റെ വില എക്സ് ആണെങ്കിൽ 2 കിലോ ഓറഞ്ച് എത്രയായിരിക്കും? 2x ആയിരിക്കും. പ്ലസ് 1 കിലോ ആപ്പിളിന്റെ വില വൈ ആണെങ്കിൽ 3 കിലോ ആപ്പിളിന്റെ വില എത്രയാണ്? 3y അല്ലെ. ഈക്വൽ ടു 450 rupees അല്ലെ. ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ നമുക്ക് ഇത് തന്നെ മനസ്സിലായി. 2 ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഏത് പോർഷൻസ് ആണത്? ഏത് പോർഷൻ ആണ് ചാപ്റ്ററിന്റെ? 2 ഇക്വേഷൻസ് എന്ന് പറഞ്ഞ പോർഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം അതിലേക്ക്? നമുക്കറിയാം 3x plus 2y equal to 400 2x plus 3y equal to 450 ആണ് അല്ലെ. നോക്ക്, എക്സിന്റെ വില എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് രണ്ടിലും വേറെ വേറെയാണ്. അതുപോലെ തന്നെ വൈന്റെ കോഎഫിഷ്യന്റും വേറെ വേറെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വൈന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പറഞ്ഞാൽ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. എങ്ങനെ സെയിം ആക്കുക? എക്സിന്റെ താഴെയുള്ള കോഎഫിഷ്യന്റിനെ മുകളിലേക്ക് ഇൻഡ്യൂ ചെയ്യുക, അതായത് മുകളിലുള്ള കോഎഫിഷ്യന്റ് എന്ത് ചെയ്യുക? താഴോട്ട് ഇൻഡ്യൂ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ ഇൻഡു 2ഉം സെക്കൻഡ് ഇക്വേഷൻ ഇൻഡു എന്താണ്? 3ഉം ആണ്. അപ്പൊ ഇക്വേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? 2 into 3x എത്രയാ? 6x പ്ലസ് 2 into 2 എത്രയാ? 4y ഈക്വൽ ടു 2 into 400 800 rupees ആയി. ഓക്കെ, അതേപോലെ 3 into 2x എത്രയാ? 6x പ്ലസ് 3 into 3 എത്രയാ? 9y ഈക്വൽ ടു 3 into 450 പറയുമ്പോൾ എത്രയായിരിക്കും? 1350 രൂപ. ക്ലിയർ അല്ലേ? അപ്പോ ഇതിലേക്ക് നമുക്ക് എന്താ പറഞ്ഞാൽ ഇത് രണ്ടിനും LCM എടുത്താലും മതി. LCM പറയുമ്പോൾ എന്തായിരിക്കും? കോമൺ മൾട്ടിപ്പിൾ. 3ന്റെ മൾട്ടിപ്പിൾ എടുക്കാം, 2ന്റെ മൾട്ടിപ്പിൾ എടുക്കാം. അത് രണ്ടിലും എന്തുണ്ട്? 6 ഉണ്ട് അല്ലെ. അപ്പൊ 3നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 6 കിട്ടും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ 6 കിട്ടും? 3 കൊണ്ട് മൾട്ടിപ്ലൈ കിട്ടും. അങ്ങനെ എടുത്താലും മതി. ഓക്കെ, ഡിവൈഡഡ് ബൈ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഇക്വേഷൻസും എന്തായി? 2 ഇക്വേഷൻസിലും എക്സിന്റെ കോഎഫിഷ്യന്റ് എന്തായി? സെയിം ആയിട്ട് മാറി അല്ലെ. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണെങ്കിൽ നമ്മൾ അടുത്ത് എന്താ ചെക്ക് ചെയ്യുക? എക്സിന്റെ, അതായത് ഏതിന്റെയാണോ കോഎഫിഷ്യന്റ് സെയിം ആയത് അതിന്റെ സൈന് ചെക്ക് ചെയ്യും. ഇവിടെ എന്താ സൈന്? പോസിറ്റീവ് ആണ് അല്ലെ. രണ്ടും പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ടെണ്ണം സെയിം സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പോ സെയിം സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് മൈനസ് ചെയ്യാം. എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക അല്ലെ. മൈനസ് എങ്ങനെ ചെയ്യാം? ഇത് ഇക്വേഷൻ 2 ആണ്, ഇത് ഇക്വേഷൻ 1 ആണ് അല്ലെ. ഇക്വേഷൻ 2 ഈക്വൽ ടു ഇപ്പുറത്ത് വന്നിരിക്കുന്ന വാല്യൂ എത്രയാ? 1350. അത് കമ്പാരിറ്റീവ്ലി 800-നേക്കാളും എന്താണ്? 800-നേക്കാളും കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ എന്ത് ചെയ്യാം? 1 കുറയ്ക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ന്യൂമറിക്കൽ വാല്യൂ ഏതാണോ കൂടുതൽ ആ ഇക്വേഷൻ നിന്ന് ചെറിയ ന്യൂമറിക്കൽ വാല്യൂ ഇക്വേഷൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ചെയ്തു പോകുമ്പോൾ നെഗറ്റീവ് സൈൻ ഒന്നും വരില്ല. ഓക്കെ, 2 - 1 ചെയ്യാം നമുക്ക്. അപ്പൊ എന്തായിരിക്കും? ഇക്വേഷൻ 2 - ഇക്വേഷൻ 1 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ആദ്യം
ഈക്വൽ ടുന്റെ ഇപ്പുറത്തുള്ള സൈഡുകൾ നമുക്ക് ആദ്യം മൈനസ് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും 6x പ്ലസ് 9y മൈനസ് ശേഷം എത്രയുണ്ട് 6x പ്ലസ് 4y ഉണ്ട് അല്ലെ. ഇത് ചെയ്തു പിന്നെ അടുത്തത്. അപ്പൊ നമുക്ക് മൈനസിന് ശേഷം രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ഇടണം. കാരണം മൈനസ് പറയുന്നത് ഈ രണ്ടിടത്തിനും എന്താണ്, കോമൺ ആണ്. ഓക്കെ, ഈക്വൽ ടു സെക്കൻഡ് ഈക്വൽ ടു ശേഷം ഒന്നുണ്ട് 1350 മൈനസ് 800 എന്ന് വരും. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് 6x പ്ലസ് 9y മൈനസ് ഉള്ളിൽ പോകുമ്പോൾ എന്താവും, മൈനസ് ഉള്ളിൽ പോകുമ്പോൾ ഇവിടെ മൈനസ് 6x ആവും. മൈനസ് ഉള്ളിൽ പോകുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ഉണ്ടാകുന്ന പ്ലസ് എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും. മൈനസ് 4y ഈക്വൽ ടു എത്രയാണ്, 1350 മൈനസ് 800 എത്രയാണ്, 550 എന്ന് വരും. എത്രയാണ്, 550 എന്ന് വരും അല്ലെ. 550 നോക്കാം. 6x മൈനസ് 6x എന്തായി, വെട്ടിപ്പോയി. ബാക്കി എത്രയുണ്ട്, ബാക്കി 9y മൈനസ് 4y. അതിന്റെ വില എത്രയാണ്, 550 ആണ് അല്ലെ. 9y 4y മൈനസ് എത്രയാണ് നമുക്ക് കിട്ടുക, 5y എന്ന് കിട്ടും. ഈക്വൽ ടു എത്രയാണ്, 550 എന്ന് കിട്ടും. അപ്പൊ y എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ 5 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആയിട്ട് മാറും. അപ്പൊ 555 0 ഡിവൈഡ് ബൈ 5 എന്ന് വരുമ്പോൾ വെട്ടിപ്പോകുമ്പോൾ എത്ര വശം കിട്ടും നമുക്ക്, 11. അതായത് y ഈക്വൽ ടു എത്രയാണ്, 110 എന്നുള്ളത് കിട്ടും. അത് y എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ 110 അല്ലെ. y എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്, 1 kg ഓഫ് ആപ്പിൾ. 1 kg ഓഫ് ആപ്പിളിന്റെ വില നമുക്ക് എത്ര കിട്ടി, 110 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം, 1 kg ഓഫ് ഓറഞ്ചിന്റെ വില കണ്ടുപിടിക്കണ്ടേ. ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ. ഈ ക്വസ്റ്റനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ക്വസ്റ്റൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, അപ്പൊ നമുക്ക് y ന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. എത്രയാണ്, 3x പ്ലസ് 2 ഇൻറ്റു y എത്രയാണ് നമുക്ക് കിട്ടിയത്, 110 അല്ലെ. 110 ഈക്വൽ ടു എത്രയാണ്, 400. ഓക്കെ, അപ്പൊ എത്ര ആയിരിക്കും, 3x പ്ലസ് 2 ഇൻറ്റു 200 2 ഇൻറ്റു 110 എത്രയാണ്, 220 അല്ലെ. ഈക്വൽ ടു 400 എന്ന് വരും. 3x ഈക്വൽ ടു എത്ര വരും, ഈ 220 കൂടെ വരുമ്പോൾ എന്തായിരിക്കും, 400 മൈനസ് 220 എന്ന് വരും. എത്രയാണ് നമുക്ക്, 180 എന്ന് കിട്ടും. അപ്പൊ 3x എന്ന് പറയുന്നത് 180 ആണ്. അങ്ങനെയാണ് x എന്ന് പറയുന്നത് എത്രയായിരിക്കും, 180 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും നമുക്ക്, 6. അപ്പൊ അതിന് x ഈക്വൽ ടു എത്രയാണ്, 60 റുപ്പീസ് എന്ന് കിട്ടും. എത്രയാണ്, x ഈക്വൽ ടു 60 റുപ്പീസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, 1 kg ഓഫ് ഓറഞ്ച് എത്രയാണ്, 1 kg ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു 110 രൂപയും 1 kg ഓഫ് ആപ്പിൾ എത്രയാണ്, ആപ്പിൾ ഈക്വൽ ടു 60 റുപ്പീസ് അല്ലെ. 1 kg ഓഫ് ആപ്പിളും 1 kg ഓഫ് ഓറഞ്ച് എത്ര കിട്ടി, 110 അല്ലെങ്കിൽ 60 110 കിട്ടി. ഓക്കെ, ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇതേപോലെ ഒരു ക്വസ്റ്റൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ പറയുന്നത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. പ്രണവ് ബോട്ട് 7 pens and 5 pencils for 107 rupees അല്ലെ. അതായത് ഒരു പ്രണവ് 7 പെൻസും അതുപോലെ എന്താണ് 5 പെൻസിൽസും എന്ത് ചെയ്തു, 107 രൂപയ്ക്ക് വാങ്ങിച്ചു. ഓക്കെ, ആൻഡ് അമ്മു ബോട്ട് 5 pens and 7 pencils for 97 rupees. അമ്മു അതേപോലെ എന്തായിരുന്നു, 5 പെന്നും 7 പെൻസിൽസും വാങ്ങിച്ചു അല്ലെ. എത്ര രൂപയ്ക്കാണ്, 97 രൂപയ്ക്ക്. ഓക്കെ, ബോത്ത് ഓഫ് ദം ബോട്ട് സെയിം ടൈപ്പ് ഓഫ് പെൻ ആൻഡ് പെൻസിൽ. അമ്മുവും പ്രണവും എന്താണ്, ഒരേപോലത്തെ പെന്നും പെൻസിൽസുമാണ് വാങ്ങിച്ചത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് പെൻ ആൻഡ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് പെൻസിൽ. അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിന്റെയും ഒരു പെൻസിലിന്റെയും വില എത്രയാണെന്നാണ് ചോദ്യം അല്ലെ. ഓക്കെ, നമുക്ക് ഇന്ന് കണ്ടീഷൻ തന്ന കണ്ടീഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് ജനറേറ്റ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രണവ് പറഞ്ഞിട്ടുണ്ട്. പ്രണവ് എന്ത് ചെയ്തു, 7 പെന്നും വാങ്ങിച്ചു പ്ലസ് 5 പെൻസിലും വാങ്ങിച്ചു അല്ലെ. എത്ര രൂപയായി, 107 രൂപയായി അല്ലെ. ഓക്കെ, ഇതാണ് കണ്ടീഷൻ ആയിരിക്കണം അല്ലെ. അതേപോലെ അമ്മു എന്താണ് ചെയ്തത്, അമ്മു 5 പെൻസിൽസും 5 പെന്നും അതുപോലെ തന്നെ എത്രയാണ് 7 പെൻസിൽസും വാങ്ങിച്ചു. എത്ര രൂപയ്ക്കാണ്, 97 രൂപയ്ക്ക് വാങ്ങിച്ചു. 97 റുപ്പീസിന് വാങ്ങിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിന്റെയും ഒരു പെൻസിലിന്റെയും വില എത്ര ചോദ്യം അല്ലെ. അതേപോലെ തന്നെ നമുക്ക് നോക്കാം. 1 kg പ്രൈസ് ഓഫ് 1 പെൻ, പ്രൈസ് ഓഫ് 1 പെൻ എന്ന് പറയുന്നത് എത്രയാണ്, x ആയിട്ടും പ്രൈസ് ഓഫ് 1 പെൻസിൽ നമുക്ക് എന്തായിട്ട് കൊടുക്കാം, y ആയിട്ടും കൊടുക്കാം. കാരണം പെന്നിന്റെ വില അറിയില്ല, നമുക്ക് പെൻസിലിന്റെ വില അറിയില്ല. അപ്പൊ നമുക്ക് 2 അൺനോൺസ് ആണ്. അപ്പൊ ഒരു പെന്നിന്റെ വില നമ്മൾ x കൊടുത്തു, ഒരു പെൻസിലിന്റെ വില എത്രയായിട്ട് കൊടുത്തു, y ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രണവിന്റെയും അമ്മുവിന്റെയും പർച്ചേസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു പെന്നിന്റെ വില x ആണെങ്കിൽ 7 പെന്നിന്റെ വില എത്രയായിരിക്കും, 7x അല്ലെ. പ്ലസ് ഒരു പെൻസിലിന്റെ വില y ആണെങ്കിൽ 5 പെൻസിലിന്റെ വില എത്രയായിരിക്കും, 5y. എത്ര രൂപയായി, 107 അല്ലെ. ഓക്കെ, അടുത്തത് 5 പെൻ അല്ലെ. ഒരു പെന്നിന്റെ വില എത്രയാണ്, x ആണ്. 5 പെന്നിന്റെ വില എത്രയായിരിക്കും, 5x പ്ലസ് ഒരു പെൻസിലിന്റെ വില y ആണ്. 7 പെൻസിലിന്റെ വില എത്രയായിരിക്കും, 7y. ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 97 കിട്ടി അല്ലെ.
ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാം, കണ്ടീഷൻ അനുസരിച്ച് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിയിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇതും സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്, രണ്ട് ഇക്വേഷൻസ്. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുക, ഏതെങ്കിലും ഒന്നിന്റെ ഒന്നിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കാം, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വൈന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കാം അല്ലെ. നോക്കാം എക്സിന്റെ എങ്ങനെയാ സെയിം ആക്കാൻ പറ്റുക. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 5 ആണ്, ഇവിടെ 7 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5നെ മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 7നെ താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ 5നെ മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, 7നെ താഴോട്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്തായിരിക്കും, മുകളിൽ 5 × 5, ഇവിടെ എന്താണ് × 7 എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 5 × 7 എത്രയാണ്, 35x പ്ലസ് 5 × 5 എത്രയാണ്, 25y ഈക്വൽ ടു 5 × 107 അല്ലെ. 5 × 107 എത്ര നമുക്ക് കിട്ടുക, 535 എന്ന് കിട്ടും, 535 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് 7 × 5 എത്രയാ, 35x പ്ലസ് 7 × 7 എത്രയാ, 49y ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 97 × 7. 97 × 7 എത്രയാണ്, 97 × 7 എത്ര വരും, 49, 7 9 63, 67 അല്ലെ. എത്രയാണ്, 679 എന്ന് വരും, 679 എന്ന് വരും അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ നോക്കാം, ഏറ്റവും വലിയ നമ്പർ ഏതാ, 679 ആണ് അല്ലെ. അപ്പൊ 679 ഇക്വേഷൻ ഏതാണ്, ഇക്വേഷൻ 3 കൊടുക്കുക, അതിനെ ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 4ൽ നിന്ന് 3 നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. കാരണം എന്താ, 4 ആണ് കുറച്ച് വലിയ നമ്പർ അല്ലെ. അപ്പൊ നെഗറ്റീവ് നമ്പർ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇക്വേഷൻ 4ൽ നിന്ന് ഇക്വേഷൻ 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇക്വേഷൻ 4ൽ നിന്ന് ഇക്വേഷൻ 3 മൈനസ് അല്ലേ. അപ്പൊ നോക്ക്, എക്സിന്റെ കോഎഫിഷ്യന്റ് സൈൻ എന്താണ്, പോസിറ്റീവ് ആണ്, ഇവിടെയും പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ സെയിം സൈൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, മൈനസ് ചെയ്യുക. അതുകൊണ്ടാണ് 4 - 3 എടുത്തത്. ഓക്കെ, അപ്പൊ നമ്മള് 4 - 3 എടുക്കുമ്പോൾ എങ്ങനെ വരും, ഇക്വേഷൻ ഈക്വൽ ടു ഇപ്പുറത്തുള്ളതൊക്കെ ആദ്യം എഴുതാം, സെക്കൻഡ് ഇക്വേഷൻ 35x പ്ലസ് 49y അല്ലെ. ഈ ഭാഗം കഴിഞ്ഞു. അടുത്തത് എന്താണ്, മൈനസ് 35x പ്ലസ് 25y അല്ലെ. മൈനസിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട്, 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ബ്രാക്കറ്റ് ഇടും, ഈക്വൽ ടു 679 മൈനസ് 535. ഓക്കെ, അപ്പൊ എന്ത് വരും, 35x പ്ലസ് 49y മൈനസ് ഉള്ളിൽ പോകുമ്പോൾ എന്തായിരിക്കും, മൈനസ് 35x, ഈ പ്ലസ് എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും, മൈനസ് 25y ഈക്വൽ ടു 679 മൈനസ് എത്രയാണ്, 35. എത്രയാണ് 679 മൈനസ് 35, 679 മൈനസ് 535 എന്ന് പറയുന്നത് എത്രയാണ്, 4 വരും, 1 വരും, 144 അല്ലെ. എത്രയാണ് നമുക്ക് 144 എന്ന് കിട്ടും, 144 എന്ന് കിട്ടും. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും, ഇവിടെ മൈനസ് 35x മൈനസ് 30 പ്ലസ് 35x മൈനസ് 35x വെട്ടിപ്പോ ബാക്കി എത്രയുണ്ട്, 49y മൈനസ് 25y ഈക്വൽ ടു 144 എന്ന് കിട്ടി. എത്ര കിട്ടി നമുക്ക്, 144 എന്ന് കിട്ടി. അപ്പൊ എത്രയാണ് അവിടെ, എത്ര വരും ഇത്, 24 അല്ലെ. 24y ഈക്വൽ ടു 144 എന്ന് വരും. അപ്പൊ നമുക്ക് y ഈക്വൽ ടു എന്തായിരിക്കും, 144 ഡിവൈഡ് ബൈ 24 അല്ലെ. രണ്ടും ഈവൻ നമ്പേഴ്സ് അല്ലേ, വെട്ടിക്കളയാം. നമുക്ക് എത്രയായിട്ട് 2 വരുമ്പോൾ 72 വരും, ഇവിടെ എത്രയാണ് 12 വരും, 12 വെട്ടിപ്പോ എത്ര കിട്ടും, 6 അല്ലെ. വൈന്റെ വാല്യൂ എത്ര കിട്ടി, നമുക്ക് 6 എന്ന് കിട്ടി അല്ലെ. ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. അപ്പൊ എത്രയാണ് വൈന്റെ വാല്യൂ നമുക്ക് കിട്ടി, 6. y എന്ന് പറയുന്നത് എന്താ, ഒരു പെൻസിൽ അല്ലെ. ഒരു പെൻസിലിന്റെ വില നമുക്ക് എത്ര കിട്ടി, 6 രൂപ എന്ന് കിട്ടി, 6 റുപ്പീസ് അല്ലെ. വൈന്റെ വില എത്രയാണ്, 6 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിന്റെ വില എത്രയായിരിക്കും, ഏതെങ്കിലും ഒരു വാല്യൂലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം 7x ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ 1, ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തോരും, 7x പ്ലസ് 5 ഇൻറ്റു വൈന്റെ വില എത്രയാ, 5y അല്ലേ. വൈന്റെ വില എത്രയാണ്, 6 ഈക്വൽ ടു 107 അല്ലേ. അപ്പൊ 7x പ്ലസ് 5 ഇൻറ്റു 6 എത്രയാ, 30 ഈക്വൽ ടു 107 എന്ന് കിട്ടി. അപ്പൊ 7x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ 30 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, 107 മൈനസ് 30 എന്ന് വരും. 107 മൈനസ് 30 എത്രയാ, 77 എന്ന് വരും അല്ലെ. അപ്പൊ 7x എന്ന് പറയുന്നത് 77 ആണ്. അപ്പൊ x എത്രയായിരിക്കും, 77 ഡിവൈഡ് ബൈ 7 എന്ന് പറയുന്നത് എത്രയാണ്, 11 അല്ലെ. 11 റുപ്പീസ് ആണ് എന്ത് പറയുന്നത്, x. അപ്പൊ x എന്താ അവിടെ, ഒരു പെന്നിന്റെ വില അല്ലെ, 1 പെൻ അല്ലേ, പ്രൈസ് ഓഫ് 1 പെൻ. അപ്പൊ എന്നിട്ട് എക്സിന്റെ വില 10 എന്നാണ് പറയുമ്പോൾ ഒരു പെന്നിന്റെ വില എത്രയായിരിക്കും, 11 റുപ്പീസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് 2 കിട്ടി. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, പ്രൈസ് ഓഫ് 1 പെൻസിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 പെൻ ഈക്വൽ ടു എത്രയാണ്, 11 റുപ്പീസ്. പ്രൈസ് ഓഫ് 1 പെൻസിൽ എത്രയാണ്, ഈക്വൽ ടു 6 റുപ്പീസ്. നമുക്ക് എത്ര കിട്ടി, 6 റുപ്പീസ് കേട്ടോ, റുപ്പീസ് ഇവിടെ എത്രയാണ്. ഓക്കെ, 1 പെന്നിന്റെ വില കിട്ടി, നമുക്ക് എന്താണ് 1 പെൻസിന്റെ വില നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The length of a rectangle is 3 cm more than its breadth and its perimeter is 50 cm അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാല്, ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാളും 3 സെന്റിമീറ്റർ എന്താണ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അല്ലെ, എ ക്വസ്റ്റ്യൻ ആണ്, എ പാർട്ട് ഉണ്ട്, ബി പാർട്ട് ഉണ്ട്. എ ക്വസ്റ്റ്യൻ
വാട്ട് ഈസ് സം ഓഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തിന്റെ സം എത്രയാണ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളത്തെ പോരാത്ത എന്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ, പെരിമീറ്റർ എത്ര പറഞ്ഞിട്ടുണ്ട് അവര് 50 സെന്റിമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 3 സെന്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാളും 3 സെന്റിമീറ്റർ കൂടുതലും, അതേപോലെ ആ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എത്രയാണ് പറഞ്ഞിട്ടുണ്ട് 50 സെന്റിമീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എ പാർട്ട് എന്ന് പറയുന്നത് എന്താ, എന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടിയുള്ള സം ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടിയുള്ള സമം. ബി പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ്, ഫൈൻഡ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാംഗിൾ. എത്രയാണ് ലെങ്ത്തും ബ്രെഡ്ത്തും, റെക്ടാംഗിളിൽ എത്രയാണ് ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരു റെക്ടാംഗിൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു അല്ലെ. അപ്പൊ നമുക്കറിയില്ല ലെങ്ത്തും അറിയില്ല, നമുക്ക് ബ്രെഡ്ത്തും അറിയില്ല അല്ലെ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ, ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാളും എത്ര സെന്റിമീറ്റർ കൂടുതലാ, 3 സെന്റിമീറ്റർ കൂടുതലല്ലേ. അപ്പൊ ബ്രെഡ്ത്ത് എത്രയാണോ അതിനേക്കാളും 3 സെന്റിമീറ്റർ കൂടുതലാണ് എന്ത് പറയണത്, ലെങ്ത് എന്ന് പറയണത് അല്ലെ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ബ്രെഡ്ത്തിന് നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. അപ്പോ ബ്രെഡ്ത്ത് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. ബ്രെഡ്ത്ത് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമുക്ക് ലെങ്ത് എത്ര കിട്ടൂടാ, എക്സ് പ്ലസ് ലെങ്ത് ഈക്വൽ ടു ലെങ്ത് എത്ര കിട്ടി, എക്സ് പ്ലസ് 3 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3യും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, എക്സും ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ബ്രെഡ്ത്തിന് എക്സ് കൊടുക്കാം, ലെങ്ത്തിന് എന്താണ് എക്സ് പ്ലസ് 3 എന്ന് കൊടുക്കാം അല്ലെ. ഓക്കെ, എ പാർട്ട് വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലേ. നമുക്ക് പിന്നെ എന്തും കൂടി കണ്ടീഷൻ തന്നിട്ടുണ്ട്, പെരിമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ പെരിമീറ്റർ എന്താ, പെരിമീറ്റർ ഈക്വൽ ടു 50 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്താ, എല്ലാ സൈഡ്സും കൂടി എന്താ കൂട്ടാം. അപ്പൊ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് പ്ലസ് 3 ആയിരിക്കും അല്ലെ. അപ്പൊ എല്ലാ സൈഡ്സും കൂടി കൂട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താണ് പെരിമീറ്റർ ഇക്വേഷൻ എന്താണ്, പെരിമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും അതിലൂടെ ഇൻറ്റു 2 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, പെരിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഓൾറെഡി പെരിമീറ്റർ തന്നിട്ട് നമുക്ക് 50 സെന്റിമീറ്റർ തന്നിട്ട് വരും. അപ്പൊ പെരിമീറ്റർ 50 സെന്റിമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് എത്ര നമുക്ക് കണ്ടുപിടിച്ച എക്സ് പ്ലസ് 3 ആണ് അല്ലെ. എക്സ് പ്ലസ് 3 ആണ്, പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ, എക്സ് ആണ്, എക്സ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, 50 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് ആണ് അല്ലെ. ഇതെന്താണ് അതിന്റെ ലെങ്ത് ആണ്, പ്ലസ് ഇതെന്താണ് അതിന്റെ ബ്രെഡ്ത്ത് ആണ് അല്ലെ. അപ്പൊ നമുക്ക് 50 ഡിവൈഡ് ബൈ 2 എത്രയാണ്, 25 ഈക്വൽ ടു എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് അല്ലെ. അപ്പൊ എത്രയാണ്, ഇതെന്താണ് ലെങ്ത് അല്ലേ, ഇതെന്താണ് ബ്രെഡ്ത്ത്. അപ്പോ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 25 സെന്റിമീറ്റേഴ്സ് കിട്ടും അല്ലെ. അതാണ് എ പാർട്ട് ചോദിച്ചിരിക്കുന്നത്. എ പാർട്ട് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ലെങ്ത് ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് അല്ലേ. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടി നമുക്ക് എത്ര കിട്ടും, 25 എന്ന് കിട്ടും. അപ്പോ സം ഓഫ് എ ക്വസ്റ്റിന്റെ ആൻസർ ആണ് സം ഓഫ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്, ബ്രെഡ്ത്ത് ഈക്വൽ ടു 25 സെന്റിമീറ്റേഴ്സ് അല്ലെ. അപ്പൊ എ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കിട്ടി, 25 സെന്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. അതായത് സം ഓഫ് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി നമുക്ക് എത്ര കിട്ടും, 25 സെന്റിമീറ്റേഴ്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ബി പാർട്ട് എന്താണ്, ഫൈൻഡ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാംഗിൾ. ഇനി നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ് നമുക്ക് നോക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂടുമ്പോൾ നമുക്ക് എത്ര 25 കിട്ടില്ല. ഇവിടെ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ 1 കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ 1 എന്ത് കിട്ടിയിട്ടുണ്ട്, എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് എന്ന് പറഞ്ഞ എത്രയാണ് 25 ആണ് അല്ലെ. ഞാൻ ഒന്ന് റിവേഴ്സ് ചെയ്തിരുന്നുള്ളൂ കേട്ടോ. എക്സ് എത്രയാണ് 2x പ്ലസ് 3 ഈക്വൽ ടു എത്രയാണ് 25 അല്ലെ. ഇവിടെ നമ്പറിന്റെ നമ്പറൊക്കെ എന്ത് ചെയ്യണം, ഒരു ഭാഗത്തേക്ക് പോകണം. 2x എന്ന് പറയുന്നത് എത്രയായിരിക്കും, 25 മൈനസ് 3 ആണ്. 25 മൈനസ് 3 എത്രയാണ് 22 അല്ലെ. അപ്പൊ 2x എന്ന് പറയുന്നത് എത്രയാണ് 22 ആണ്. അപ്പൊ x എന്ന് പറയുന്നത് എത്രയായിരിക്കും, 22 ഡിവൈഡ് ബൈ 2 എത്രയാണ്, x ഈക്വൽ ടു 22 ഡിവൈഡ് ബൈ 2 എത്രയാണ് 11 സെന്റിമീറ്റേഴ്സ് അല്ലെ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് 11 സെന്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത് അല്ലെ, ബ്രെഡ്ത്ത് അല്ലേ കൊടുത്തിരിക്കുന്നത്, ബ്രെഡ്ത്ത് വരുന്നത് എക്സ് ആണ് അല്ലെ. അപ്പൊ എക്സ് എത്രയായിട്ട് നമുക്ക് 11 സെന്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. അപ്പൊ ലെങ്ത് എത്രയായിരിക്കും, ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാളും എത്ര കൂടുതലാ, 3 കൂടുതലല്ലേ. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, y എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെങ്ത് ഈക്വൽ ടു ബ്രെഡ്ത്തിന്റെ കൂടെ 3 കൂട്ടുക. അപ്പൊ ബ്രെഡ്ത്ത് പ്ലസ് എത്രയാണ് 3 ആണ്. ബ്രെഡ്ത്ത് നമുക്ക് എത്ര കിട്ടി, 11 കിട്ടി. 11 പ്ലസ് 3 എത്രയാ 14 സെന്റിമീറ്റേഴ്സ് അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി, ലെങ്ത് എന്ന് പറയുന്നത് 14 സെന്റിമീറ്റേഴ്സും കിട്ടി, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര കിട്ടി, 11 കിട്ടി അല്ലെ. ലെങ്ത് എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് എത്രയാണ് 11. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലെ. അപ്പൊ എന്താണ് ലെങ്ത് ഈക്വൽ ടു 14 സെന്റിമീറ്റർ. എന്താണ് ബി ക്വസ്റ്റ്യൻ ആൻസർ, എന്താണ് ബി ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്, ലെങ്ത് ഈക്വൽ ടു 14 സെന്റിമീറ്റേഴ്സ്, ബ്രെഡ്ത്ത് ഈക്വൽ ടു എത്രയാണ് 11 സെന്റിമീറ്റേഴ്സ് അല്ലെ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എളുപ്പമാണ്.